നോ. What? Yes. Who are you? വേല ഇറക്കണ്ട. വീട്ടിൽ ചെന്നപ്പോ 5 മിനിറ്റ് മുമ്പ് വണ്ടി വിട്ടു പോയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ടൗൺ ബസ്സിന് കാത്തു നിന്ന് കഷ്ടപ്പെട്ട് അടിയും ഇടിയും തൊഴിയും കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്റെ ബ്ലഡ് വല്ലാതെ ഹീറ്റ് ആയിരിക്കുക. ആന കൊടുത്താൽ ആശ കൊടുക്കരുത്. തൊണ്ട പൊട്ടുമാറ് പുതിയ എം ഡി നീണാൾ വാഴട്ടെ എന്ന് വിളിച്ചട്ട കസച്ച ഞങ്ങളെ ഒരുമാതിരി വടിയാക്കരുത്. ഇത് കോളേജാണ്. കോളേജൊക്കെ ഞാനും കുറെ കണ്ടതാ. എന്താ മീര, ആരെയാണ് അത്? ഞാൻ ആരാണെന്നേ പിന്നീട് പത്രത്തിൽ ഒരു പരസ്യം ചെയ്യുന്നുണ്ട്, അപ്പൊ മനസ്സിലാക്കിയ പോരെ. കൂടുതലൊന്നും പറയുന്നില്ല. ഇത് ഞങ്ങൾ 5 പേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മാനേജർക്കുള്ള കത്താ. ഇതിലൊന്ന് പേരെഴുതി ഒപ്പിട്ടെ. അതിപ്പോ ഞങ്ങളെ ഫാക്ടറിയിൽ വരുമ്പോ. ഫാക്ടറിയിൽ വരണ്ട, തൽക്കാലം ഇവിടെ ഒപ്പിട്ടാ മതി. എന്താ മീര പ്രശ്നം? ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കാണോ? ബ്ലാക്ക്മെയിൽ ചെയ്താൽ താൻ എന്ത് ചെയ്യും? ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ പഞ്ചരടിക്ക് നിൽക്കുന്ന പൂവാലന്മാരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറിയുണ്ടല്ലോ. അടിച്ചു മൂക്കിന് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഒപ്പിടം ഡി. തന്ന വാക്ക് പാലിക്കാൻ മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ. നേരം പോകുന്നു. ഞാൻ കുര്യനങ്ങളിൽ ഫോൺ ചെയ്ത്. ആ കളി വേണ്ട. ഒപ്പിടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. താങ്ക് യു. ഒന്ന് മറിയ. വെറുതെ തെണ്ടി നടക്കാതെ ക്ലാസ്സിൽ പോരുന്ന 4 അക്ഷരം പഠിക്കാൻ നോക്കു വച്ചേ. എന്തേ തന്നോടും കൂടിയാ. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ് അങ്കിൾ. അല്ല, എന്താ മീരയുടെ ഉദ്ദേശം? എന്താ അങ്കിൾ? കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നല്ലേ, എന്നിട്ടും എന്താ ഇങ്ങനെ സില്ലിയായിട്ട് പെരുമാറിയത്? ഇന്നത്തെ ചുറ്റുപാടിൽ അയാളെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ എഴുതി കൊടുത്തയച്ചത്? അത് അങ്കിൾ, അയാൾ കോളേജിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ബഹളം ഉണ്ടാക്കിയ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യണം. രേഖാമൂലം എഴുതി കൊടുത്തയച്ചാണ് സ്ഥിരപ്പെടുത്താമെന്ന്. അതുകൊണ്ട് അയാൾ കോടതി വരെ പോവാം, അറിയാമോ? ഇനി എന്താ ചെയ്യാ അങ്കിൾ? ഞാൻ ഒരു കണക്കിന് ആ കടലാസ് വാങ്ങിച്ച് കീറി കളഞ്ഞു. അപ്പൊ അയാൾ ഇനിയും കോളേജിലേക്ക് വരുമോ? ഞാൻ പറഞ്ഞു വരട്ടിയിട്ടുണ്ട്. ഇനി അഥവാ വന്നാൽ തന്നെ കുട്ടിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ മതി. ഞാൻ ഇറങ്ങുക. പ്രസിഡൻസിയിൽ ഒരു ഡിന്നറുണ്ട്. ഇനി ഇത്തരം മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുതെന്ന് പറയാനാ ഞാൻ വന്നത്. എവിടെ മറ്റു രണ്ടുപേരും? മഞ്ജുമോൾ ഇറങ്ങി. മായ പഠിക്കുക. തനിക്കൊന്നും പഠിക്കാല്ലേ? ഞാൻ പഠിച്ചു അങ്കിൾ. ശരി അങ്കിൾ വാ. അങ്കിൾ, ഇത് കുഞ്ഞമ്മയുടെ മോളാണ്. നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി. അവള് നന്നായിട്ട് ടൈപ്പ് ചെയ്യും. എന്റെ മോളായതുകൊണ്ട് പറയല്ല. അവള് കാലെടുത്ത് വെക്കുന്നോട്ട് നല്ല ഐശ്വര്യ. എന്താ കുട്ടി വിചാരിക്കുന്നേ? ഫാക്ടറിക്കാരും പിള്ളേർ കളിയാണെന്ന്? അല്ല, കുഞ്ഞമ്മ പറഞ്ഞപ്പോ. ഏതു കുഞ്ഞമ്മ പറഞ്ഞാലും ശരി, ഇനി കുറെ നാളത്തേക്ക് ഒറ്റ ആളിനെ അവിടെ വേണ്ട. ഉള്ളവരെ തന്നെ എങ്ങനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാ